തൃശൂർ ആതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വനവാസികളായ 2 പേർ മരിച്ച സംഭവത്തിൽ ഡിവൈഎസ്പി തലത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശിച്ച റൂറൽ എസ്.പി. മരണത്തിന് പിന്നിലെ കാരണങ്ങൾ അന്വേഷിക്കാൻ നിർദ്ദേശം. അതേസമയം വനം വകുപ്പ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ ആശ്വാസധനവും പ്രഖ്യാപിച്ചു. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം സ്ഥിരീകരിക്കാനാകൂ എന്ന് വനം വകുപ്പ് വ്യക്തമാക്കുന്നു. ഇന്നലെയാണ് വാഴച്ചാൽ സ്വദേശികളായ അംബിക, സതീഷ് എന്നീ വനവാസികൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. രണ്ടാളും 2 പെണ്ണുങ്ങളും. എന്താ പറ്റിയത്? ആന വന്നിട്ടുണ്ടല്ലേ. ചേട്ടണ്ടായോ അവിടെ? ഞാൻ ഇവിടെ ഉണ്ടായി. എന്നിട്ട് എന്താ പറ്റിയത്? വൈകുന്നേരമാണ് സംഭവം. ഒരു 7 മണിയായപ്പോഴാണ് സംഭവം. എന്നിട്ട് പിന്നെ ഞങ്ങൾ ആന വന്ന് ഞങ്ങൾ കണ്ടില്ല. രാത്രി തീ കത്തിച്ചിട്ട് പിന്നെ രാത്രി ചെറിയ മഴ ഉണ്ടായല്ലോ, അത് തീ വിട്ടുപോയി. പിന്നെ ഞങ്ങൾ ഞാനിതിൽ നീന്തി ഓടി അവിടെ ചെന്നു. അപ്പോഴത്തേക്കും കൊച്ച് ഇതിൽ നീന്തി അപ്പുറത്തേക്ക് ചെന്നു. അക്കരെ നിന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഇവിടുന്ന് നീന്തി അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഇവർ 2 ഇവിടെ ഉണ്ടായി. എന്നിട്ട് ആന വന്നിട്ടാണ് ഉപദ്രവിച്ചത്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, വളരെ സങ്കടകരമായ കാര്യമാണ്. വനവാസികളായ 2 പേർ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇവർ 2 പേരും കാട്ടാനയെ കണ്ട് ഓടുകയായിരുന്നു. ഇന്നലെ രാത്രിയാണ് ഇവരെ കാണാതായത്. ഇന്ന് രാവിലെയുള്ള തെരച്ചിലാണ് ഇവരുടെ മൃതദേഹങ്ങൾ കാണപ്പെടുന്നത്. ഇത് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഇത് അവിടുത്തെ ഒരു ചോലയിൽ നിന്നും അല്ലെങ്കിൽ വെള്ളമൊഴുകുന്ന ഒരു വന അരുവി എന്താണത്, അവിടെ നിന്നാണോ ഈ മൃതദേഹം കണ്ടെത്തുന്നത്? അപ്പോൾ കാട്ടാനെ ആക്രമിച്ച് ഇവരെ വെള്ളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ മിഥുൻ അയ്യപ്പൻ? ഇവർ ഈ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 3 ദിവസമായി ഒരു 3 കുടുംബങ്ങൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രദേശത്ത് കുടിൽ കെട്ടി താമസിക്കുകയാണ് ചെയ്തിരുന്നത്. 3 ദിവസമായി അവരവിടെ തങ്ങുന്നുണ്ട്. അവർ പരമ്പരാഗതമായി അത്തരത്തിലാണ് വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പോകുന്നത്. ഇത്തരത്തിൽ വനാന്തർ ഭാഗങ്ങളിലേക്ക് പോയി വനവിഭവങ്ങൾ ശേഖരിച്ച് തിരിച്ചെത്തും എന്നുള്ളതാണ് അവരുടെ ഒരു രീതി. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വനവിഭവങ്ങൾ ശേഖരിക്കുന്ന ഒരു സമയം കൂടിയാണ്, അത് സുലഭമായി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ കാലഘട്ടങ്ങളിൽ ഈ സമയങ്ങളിൽ നിരന്തരമായി ഇത്തരത്തിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി അകത്തേക്ക് പോകാറുണ്ട്. അതിനുവേണ്ടി കഴിഞ്ഞ 3 ദിവസമായി അവർ ഈ സ്ഥലത്ത് ഇങ്ങനെ തമ്പടിച്ച് കഴിയുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം 7 മണിയോടുകൂടി കാട്ടാനക്കൂട്ടം ഇവർ താമസിക്കുന്ന ഈ കുടിലിന്റെ ഭാഗത്തേക്ക് എത്തിയത്. ഈ ആനകൾ എത്താതിരിക്കാൻ അവർ തീയിട്ട് സാധാരണ ചെയ്യാറുണ്ട്, അത്തരത്തിൽ കുടിലിന് സമീപം തീയിടാറുണ്ട്. അതെല്ലാം ചെയ്തിരുന്നെങ്കിലും കാട്ടാനക്കൂട്ടം ഈ പ്രദേശത്തേക്ക് എത്തിയത് എന്നാണ് അവിടുത്തെ തലനാരിഴയ്ക്ക് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ പറയുന്നത്. ഇത്തരത്തിൽ 2 പേർ ആനയുടെ മുമ്പിൽ ഇടുകയാണ് ചെയ്തത്. ഈ സതീഷ് ഇത്തരത്തിൽ ആനയുടെ ആക്രമണത്തിൽ ഇരയാകുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. അംബിക ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഈ പുഴയിൽ വീണ് നിലയിലാണ് അംബികയുടെ മൃതദേഹം കണ്ടെത്തിയത്. അതേസമയം തന്നെ സതീഷ് ഇത്തരത്തിൽ കരയിൽ തന്നെ ആനയുടെ ആക്രമണത്തിൽ മരിച്ചു കിടക്കുന്ന നിലയിലാണ് അവരുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വനം വകുപ്പും അവിടുത്തെ തദ്ദേശവാസികളും എല്ലാം ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ വനം വകുപ്പ് ഒരു തരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു, റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ റൂറൽ എസ്.പിയും ഡിവൈഎസ്പി തലത്തിലുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അവരുടെ ഈ സംഭവം ഉണ്ടാകാനുണ്ടായ കാരണങ്ങളെ സംബന്ധിച്ച് കണ്ടെത്തുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മരണകാരണം അടക്കമുള്ള കൂടുതൽ വ്യക്തത ലഭിക്കും. ഏതായാലും 2 തരത്തിലുള്ള അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ച നിലയ്ക്ക് അന്വേഷണം തുടരുന്നുണ്ട്. ഒന്ന് വകുപ്പ് തല അന്വേഷണവും മറ്റൊന്ന് ഡിവൈഎസ്പി തലത്തിൽ ഒരു അന്വേഷണവും പോലീസിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സമയം എന്ന് പറയുന്ന വനവിഭവങ്ങൾ നിരന്തരമായി ശേഖരിക്കുന്ന, സുലഭമായി ലഭിക്കുന്ന ഒരു കാലമായതിനാൽ തന്നെ അവർ ഇത്തരത്തിൽ അവിടെ താമസിക്കുകയായിരുന്നു. പക്ഷേ ഇങ്ങനെ കൂട്ടമായി താമസിക്കുന്നുണ്ടെങ്കിൽ അത് വനവകുപ്പിന്റെ ഒരു അറിവോടെയായിരുന്നോ? അതുപോലെ തന്നെ വനവകുപ്പ് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, കാരണം കാട്ടാനകൾ നിരന്തരം വരുന്ന അവരുടെ വിഹാര കേന്ദ്രമാണ്, ഒരു പുഴയോരം തന്നെ ആയതിനാൽ ഒരുപക്ഷെ വെള്ളം കുടിക്കാനടക്കം എത്തിയ കാട്ടാനകളായിരിക്കാം ആക്രമണം നടത്തിയത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ വേണ്ട നിർദ്ദേശങ്ങൾ ഇവർക്ക് നൽകിയിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. ഏതായാലും ഒരു ജനവാസ കേന്ദ്രത്തിലല്ല ആക്രമണം നടത്തുന്നത്, മറിച്ചത് ഈ വനാതിർത്തി പ്രദേശത്താണ് ഇത്തരത്തിൽ ആക്രമണം നടന്നത് എന്നുള്ളതാണ്
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നിലവിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വ്യക്തമാണ്. ജനവാസ മേഖലയിലല്ല, വനത്തിനോട് ചേർന്നുള്ള പ്രദേശത്ത് തന്നെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. ഇവർ കാട്ടാനകൾ എത്തുന്ന ഇടത്ത് കുടിൽ കെട്ടി വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെയുള്ള 2 പേരാണ്, 2 വനവാസികളാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രമേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വനം വകുപ്പ് നൽകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആതിരപ്പള്ളിയിൽ നിന്നും മിഥുൻ അയ്യപ്പൻ.